ബി.ജെ.പി. പ്രധാനമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിച്ച വിഷയങ്ങൾ ഒന്ന് അമ്പലക്കൊള്ളയായിരുന്നു, മറ്റൊന്ന് മുനമ്പം വിഷയമായിരുന്നു. ഇതിനകത്ത് PC-യുടെ ഫാക്ടർ ഏവരും ഉറ്റുനോക്കിയാണ് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇവർ മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്ക് കേരളത്തിൽ ആകമാനം ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. പക്ഷേ പൂഞ്ഞാറിൽ PC ജോർജ് വീണ്ടും ഒരു തിരിച്ചുവരവ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് BJP ജയിച്ചിരിക്കുന്നു. മുനമ്പം BJP ഇതാദ്യമായിട്ടാണ് മുനമ്പത്ത് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നത്. അവർക്ക് സ്ഥാനാർത്ഥികൾ പോലും മത്സരിപ്പിക്കാൻ കഴിയാതിരുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം വാർഡ് അവർ പിടിച്ചെടുത്തു. കാരണം ഈ സമരത്തിൽ തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും നാട്ടുകാർ അവരെ കൈവിട്ടില്ല, മുനമ്പത്ത് അവർ ജയിച്ചു. മറ്റൊന്ന് ആറന്മുളയാണ്. അമ്പലക്കൊള്ള BJP വളരെ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഏതായാലും അമ്പലക്കൊള്ളയിലെ പ്രതി CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിന്റെ വീടിരിക്കുന്ന പത്മകുമാർ വോട്ട് ചെയ്യേണ്ട ആ വാർഡിൽ BJP-യുടെ ഉഷ നായരാണ് വിജയിച്ചത്. അതായത് BJP ഉയർത്തിയ വിഷയങ്ങൾ അത് കേരളത്തിൽ ആകമാനം ഒരു തരംഗം സൃഷ്ടിക്കാനോ അവർക്ക് വലിയ വിജയം നൽകാനോ കഴിഞ്ഞില്ല എങ്കിലും അവർ ഉയർത്തിയ വിഷയങ്ങൾ അതാത് സ്ഥലത്ത്, ഇപ്പോൾ ശബരിമല വിഷയം പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ട പത്തനംതിട്ട ജില്ലയിൽ അത് വലിയ രീതിയിൽ ഏറ്റില്ല. പക്ഷെ അതിനകത്ത് പ്രതിയായ ഈ പറയുന്ന പത്മകുമാറിന്റെ വാർഡിൽ അത് ഏറ്റു. പൂഞ്ഞാറിൽ PC ജോർജ് തീർന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന് PC ജോർജിന്റെ മടങ്ങിവരവാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് മുനമ്പമാണ്. മുനമ്പത്ത് BJP-ക്ക് അങ്ങനെ വലിയ വോട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രവർത്തനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് BJP അവിടെ സജീവമായത്. അവർ കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നതാണ്. അവിടെയും അവർക്ക് വലിയ വിജയം തന്നെ നേടാൻ കഴിഞ്ഞു.